തേവലക്കര സ്കൂളിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ നടപടിക്ക് ശുപാർശയില്ല. എന്നാൽ ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കെഎസ്ഇബി ചീഫ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഉദ്യോഗസ്ഥരുടെ വ്യക്തിഗത വീഴ്ച കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മിഥുൻ എന്ന 13 വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെട്ട് 10 ദിവസം പിന്നിടുമ്പോഴാണ് ഉദ്യോഗസ്ഥ വീഴ്ചയും മാനേജ്മെന്റ് കെടുകാര്യസ്ഥതയും വ്യക്തമാക്കി കെഎസ്ഇബി ചീഫ് സുരക്ഷാ കമ്മീഷണർ റിപ്പോർട്ട് സമർപ്പിച്ചത്. ലൈനിന് താഴെ ഷെഡ് നിർമ്മിച്ചതിൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 8 കൊല്ലം മുൻപ് ഷെഡ് നിർമ്മിച്ചപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അനുമതി തേടിയിരുന്നില്ല. മാത്രമല്ല, ലൈനിലേക്ക് സുരക്ഷിത അകലമില്ലെന്നതും വ്യക്തമാണ്. ഇത് ബോധ്യപ്പെട്ടിട്ടും സ്കൂളിന് നോട്ടീസ് നൽകി പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വീഴ്ച സംഭവിച്ചെന്ന് കണ്ടെത്തിയെങ്കിലും ആർക്കെതിരെയും നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശയില്ല. അതിന് ചില കാരണങ്ങളും ചീഫ് സുരക്ഷാ കമ്മീഷണർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഷെഡ് പണിതത് ഇപ്പോഴത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാലത്തല്ല. അപകടത്തിന് 2 ദിവസം മുൻപ് അവിടെ പോസ്റ്റ് സ്ഥാപിക്കാൻ നിലവിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ നിർദ്ദേശം നൽകിയിരുന്നു. ഷെഡിന്റെ ഒരു ഭാഗം പൊളിച്ച് പോസ്റ്റിട്ട് ലൈൻ ഉയർത്താമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ മാനേജ് കമ്മിറ്റി ചേർന്ന ശേഷം അറിയിക്കാമെന്നായിരുന്നു മാനേജറുടെ പ്രതികരണമെന്നും നടപടി വൈകിയതിന് കാരണമായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. നേരത്തെ ചീഫ് സുരക്ഷാ കമ്മീഷണർ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ലാത്തതിനാൽ കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമേ വകുപ്പ് തല നടപടികളിലേക്ക് കടക്കാനാകൂ. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഗുരുതരമായ കൃത്യവിലോപം നടന്നതായി കണ്ടെത്തിയതോടെ സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.